സന്നിധി അണയുവതേ. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. അന്നേരം മമ മാനസഖേദം ഒന്നായകലും വെയിലിൽ ഹിമം പോൽ. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. മാനം ധനമി മണ്ണിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ. മാനം ധനമി മണ്ണിൻ മഹിമകളൊന്നും ശാന്തിയെ നൽകാതെ. ദാഹം പെരുകും കണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ദാഹം പെരുകും കണ്ണീരൊഴികെ ലോകം വേറെ തരികില്ലറിക. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. നീർത്തോടുകളിൽ മാനേ പോലെ മാനസമീശനിൽ സുഖം തേടി. നീർത്തോടുകളിൽ മാനേ പോലെ മാനസമീശനിൽ സുഖം തേടി. വറ്റാ ജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതിയരുളി. വറ്റാ ജീവജലത്തിൻ നദിയൻ വറുമയകറ്റി നിർവൃതിയരുളി. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. കണ്ണീർ താഴ്വരയുണ്ടെനിക്കനവധി മണ്ണിൽ ജീവിത പാതയതിൽ. കണ്ണീർ താഴ്വരയുണ്ടെനിക്കനവധി മണ്ണിൽ ജീവിത പാതയതിൽ. എന്നാലും ഭയമെന്തിനരികിൽ നന്നായവൻ കൃപ മഴ പോൽ ചൊരികിൽ. എന്നാലും ഭയമെന്തിനരികിൽ നന്നായവൻ കൃപ മഴ പോൽ ചൊരികിൽ. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ. ഒന്നേയുള്ള എനിക്കാനന്ദമുലകിൽ യേശുവിൻ സന്നിധി അണയുവതേ.
യേശുവിൻ സന്നിധി അണയുവതേ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി ദൈവവചനവുമായി ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം തന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ എന്നുള്ളത് അനന്തനിത്യതയിൽ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ വാഴുക എന്നുള്ളതാണ്. അതിനായി നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം മാനസാന്തരപ്പെട്ടവരായും വീണ്ടും ജനനം പ്രാപിച്ചവരായും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ നീതീകരണം പ്രാപിച്ചവരായും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചവരായും നമുക്ക് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതകാലം കഴിച്ചു കൂട്ടേണ്ടതായ സാഹചര്യം ഉണ്ട്. അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ഈ വാക്യത്തിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം എല്ലാവർക്കും ഗ്രാഹ്യമുള്ളതാണ്. കർത്താവായ യേശുക്രിസ്തു 5 അപ്പം കൊണ്ടും 2 മീനും കൊണ്ടും 5000-ൽ പരം വരുന്ന പുരുഷാരത്തെ ബെത്സയിദായുടെ മലഞ്ചെരുവിൽ വെച്ച് പോഷിപ്പിച്ച് ആ വലിയ അത്ഭുതത്തിന് ശേഷം കർത്താവായ യേശുക്രിസ്തു ഒലിവുമലയിലേക്ക് പ്രാർത്ഥിക്കുവാൻ പോവുകയും അതിനു മുന്നേ തന്നെ ശിഷ്യന്മാരെ കടൽ കടന്ന് അക്കരയ്ക്ക് പോകുവാൻ നിർബന്ധിക്കുകയും ചെയ്തിട്ടാണ് അവൻ ഒലിവുമലയിലേക്ക് പോകുന്നത്. എന്നാൽ ശിഷ്യന്മാർ രാത്രിയിൽ പടകിലൂടെ ഈ സമുദ്രത്തിലൂടെ നടക്കുമ്പോൾ വലിയ കാറ്റും കോളും തിരമാലകളും എല്ലാം വന്ന് അവർക്ക് അക്കരെ കരപറ്റുവാൻ ഒരു നിർവാഹവുമില്ലാത്ത ഒരു സാഹചര്യം വന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവർ അത്യന്തം ഭയാശങ്കകളോടുകൂടി അവരുടെ ബോട്ടിൽ ഇരിക്കുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിന് അവരുടെ അടുക്കിലേക്ക് എത്തേണ്ടതായൊരു സാഹചര്യം വന്നു. കർത്താവ് ഒലിവുമലയിലായിരുന്നു. അവൻ ഈ സമുദ്രത്തിലൂടെ നടന്ന് ആ പടകിനടുക്കിലേക്ക് വരികയാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാർ വളരെ പെട്ടെന്ന്, ഒരു മനുഷ്യനും ഇതുവരെയും കടലിന്മീതെ നടന്നത് അവർ കണ്ടിട്ടില്ല. എന്നാൽ യേശു നടന്നു വരുന്നത് കണ്ട് അവർ അത്ഭുതത്തോടുകൂടി നോക്കുകയും യേശുവെ മനസ്സിലാക്കാതെ അവർ അത്യന്തം പേടിക്കുകയും ചെയ്തു. അങ്ങനെ പേടിച്ച് നിലവിളിച്ചപ്പോൾ കർത്താവ് പറഞ്ഞ വാക്യമായിരുന്നു നാം വായിച്ച് കേട്ടത്. ഈ വാക്യം ഞാൻ വായിച്ചപ്പോൾ അതിൽ പ്രധാനമായിട്ടും 3 വാക്കുകളാണുള്ളത്. ഒന്ന്, ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന്. ഈ വാക്കുകളുടെ അടുക്ക് ക്രമം അല്പം മാറ്റി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി പറഞ്ഞാലും അർത്ഥം വളരെ അതുപോലെ തന്നെ നിലനിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്ത്വനത്തിൻ്റെ വാക്കുകളാണ് നാം കേട്ടത്. പേടിക്കേണ്ട എന്ന് ക്രിസ്തു പറയുകയാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വൈതരണികളോ വൈഷമ്യങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരാൾ പേടിക്കേണ്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരാശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമുക്കറിയാം. എന്നാൽ അതുപോലെ തന്നെ ഈ ശിഷ്യന്മാരും ഒരുപക്ഷെ ആഗ്രഹിച്ചിരിക്കണം അവിടെ യേശു ഒന്ന് ഉണ്ടായിരുന്നെങ്കിലെന്ന്. എന്തായിരുന്നു അവരുടെ ആ ഭയത്തിൻ്റെ കാരണം? യേശു അവർ നോക്കുമ്പോൾ ഒലിവുമലയിലാണ് ഇരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ കടലിൻ്റെ നടുവിലാണ്. യേശു അവരുടെ കൂടെ ഇല്ല. യേശു അവരുടെ പടകിലില്ല. യേശുവിൻ്റെ സാമീപ്യം അവിടെ ഇല്ല. അതായിരുന്നു ശിഷ്യന്മാരുടെ ആ പരിഭ്രമത്തിനും പേടിക്കും കാരണം. സഹോദരങ്ങളെ, അനേകരുടെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു പടകിലില്ല. സ്വന്തം ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ സാമീപ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല. വേദഭാഗങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ അറിയാം, അനേകം പൂർവിക പുണ്യപിതാക്കന്മാർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കൊതിച്ചവരാണ്, കാക്ഷിച്ചവരാണ്. മോശയുടെ കാര്യമെടുത്താൽ അറിയാം, 600,000 വരുന്ന ജനത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് ഗതിമുട്ടി പല വൈതരണികളെയും പ്രതിസന്ധികളും മോശയുടെ മുമ്പാകെ വന്നപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, തിരുസാന്നിധ്യം കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ ഇനി അയക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരുന്നു, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, നാം ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ കൊതിക്കുന്നവരാവണം. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ നാം അനുഭവിച്ചറിയുന്നവരും അത് തിരിച്ചറിയുന്നവരുമായിട്ട് നമ്മുടെ ജീവിതത്തെ നാം രൂപാന്തരപ്പെടുത്തണം. മോശയ്ക്ക് ശേഷം ദാവീദിൻ്റെ കാലത്തെത്തിയപ്പോൾ ദാവീദിന് മല്ലനായ ഗോലിയാത്തിനോട് ഏലാത്ത് താഴ്വരയിൽ വെച്ച് ഏറ്റുമുട്ടേണ്ടതായൊരു സാഹചര്യം വന്നു. എന്തായിരുന്നു ദാവീദിൻ്റെ ധൈര്യം? ഒരു 5 കല്ലുകളോ അഥവാ ഒരു കവിണയോ ആയിരുന്നോ അവൻ്റെ ധൈര്യത്തിന് അടിസ്ഥാനം? അല്ല.
എന്നാൽ ദാവീദിൻ്റെ ധൈര്യത്തിന് അടിസ്ഥാനമെന്നുള്ളത് ഇസ്രായേൽ നിരകളുടെ സൈന്യങ്ങളുടെ യഹോവയുടെ സാന്നിധ്യമായിരുന്നു. അതവൻ പറയുകയും ചെയ്യുന്നുണ്ട്. യഹോവയുടെ സാന്നിധ്യത്തിലും യഹോവയുടെ നാമത്തിലുമാണ് അവൻ യുദ്ധത്തിനായി വരുന്നതെന്ന്. സഹോദരങ്ങളെ, ദാവീദിൻ്റെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അറിയാം, യായിറോസ് എന്ന ഒരു മനുഷ്യൻ്റെ മകൾ അത്യാസന്ന നിലയിൽപ്പെട്ട് മരിച്ചുപോയി എന്ന് നാം അറിയുന്നു. എങ്കിലും കർത്താവായ യേശുക്രിസ്തു മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് യായിറോസിനൊരു ചഞ്ചലിപ്പുണ്ടാകുന്നില്ല. യായിറോസിൻ്റെ മനസ്സിൽ പേടിയെല്ലാം മാറുകയാണ്. എന്ത് വന്നാലെന്ത് യേശു പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. അത് വിശ്വസിക്കുവാനുള്ളൊരു മനസ്സ് യായിറോസിന് കൊടുത്തു. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാമീപ്യമായിരുന്നു. ഭയപ്പാടുകളെ അകറ്റുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാമീപ്യമാണ്. സഹോദരങ്ങളെ, അനേകരുടെ ജീവിതത്തിൽ അനേകമായ പ്രതിസന്ധികളും ഭയപ്പാടുകളിലും നിറഞ്ഞ ഒരു ലോകജീവിതത്തിലൂടെയാണ് പോകുന്നത്. ആങ്സൈറ്റീസ് ആൻഡ് ഫിയേഴ്സ് എന്നെല്ലാം നാം കേട്ടിട്ടുണ്ട്. അനേകരുടെ ജീവിതത്തിൽ രോഗത്തെക്കുറിച്ചുള്ള അത്യത്ഭുതമായ ഭയം ഉത്ഭവിച്ചിരിക്കുകയാണ്. അനേകരുടെ ജീവിതത്തിൽ മരണഭയമുണ്ട്. എന്നാൽ മറ്റനേകരുടെ ജീവിതത്തിൽ കുടുംബ പ്രശ്നങ്ങളെ ചൊല്ലിയുള്ള ഉത്കണ്ഠകളാണ്. മക്കളെ ചൊല്ലിയുള്ള ഉത്കണ്ഠ, ഭാര്യയെയും ഭർത്താവിനെയും ചൊല്ലിയുള്ള ഉത്കണ്ഠകൾ, സമാധാനം ഭഞ്ചിച്ചു പോകുന്നതുകൊണ്ടുള്ള ഉത്കണ്ഠ, ഇനിയൊരു ഭാവി ഉണ്ടോ, ഒരു പ്രത്യാശയുള്ള ജീവിതം ഇനി കൈക്കലാക്കുവാൻ പറ്റുമോ എന്നുള്ള നാനാവ്യാധി ഉത്കണ്ഠകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഭയാശങ്കകളാണ്. മാർത്തയുടെ ജീവിതത്തിൽ മാർത്ത ദൈവവചനത്തിന് കാര്യമായ വില കൊടുത്തില്ല. അവൾ ഈ ഭൂമിയിലെ അഫയേഴ്സിനെ ചൊല്ലി പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയുമാണ് ജീവിച്ചത്. അതുപോലെയുള്ള സമാനമായ സാഹചര്യത്തിലൂടെ അനേകം ക്രൈസ്തവരും മുന്നോട്ട് പോവുകയാണ്. നാം ചിന്തിക്കുമ്പോൾ അറിയാം എന്താണ് ഇതിന് രൂഢമൂലമായ ഒരു കാരണമെന്ന്. അത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഭയപ്പാടുകൾ വരുന്നത്? മനുഷ്യനിലെ ആത്മാവ് ഞരങ്ങുന്നത് കൊണ്ടാണത്. മനുഷ്യനിലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജ്വലനം നടക്കുന്നില്ല. മനുഷ്യനിൽ അനേകരിൽ ദൈവത്തിൻ്റെ ആത്മാവ് മരിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഒരു കാലത്ത് തിരി തെളിച്ചു കിട്ടിയതായിരുന്നു, എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അനേകരുടെ ആത്മാവിൻ്റെ തിരിയെല്ലാം കെട്ടുപോകുന്നു. ആത്മാവിൽ ജീവനില്ലാത്ത അവസ്ഥയാണ് ഈ പേടിക്കെല്ലാം കാരണം. ഈ ഭയപ്പാടുകളുടെ കാരണം ആത്മാവിലെ വേലിയേറ്റം നടക്കുന്നില്ല. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിലുണ്ട്, ജീവനുള്ളവെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അനേകർക്ക് നോക്കുമ്പോൾ ജീവനുള്ളവനായിട്ട് നമുക്ക് തോന്നുന്നു, എന്നാൽ ആത്മാവിൽ അവർ മരിച്ചിരിക്കുന്ന അവസ്ഥയാണ്. കാരണമുണ്ട്, ഈ സുന്ദരമായ ലോകത്തെ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യനും മുന്നോട്ട് പോകുന്നത്. ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങളെല്ലാം അനുഭവിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ചിന്തിക്കുന്നു, ദൈവമാണ് ഇതെല്ലാം തന്നിരിക്കുന്നത് എനിക്ക് ദൈവം ഈ അഭിവൃദ്ധിയെല്ലാം തന്നതുകൊണ്ട് എന്നിലുള്ള ആത്മാവും പുഷ്ടിയിൽ തന്നെയാണ് ഇരിക്കുന്നതെന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ എല്ലാ ആഡംബര പ്രതാപ പ്രദർശനങ്ങളും അനുഭവിച്ചറിഞ്ഞുകൊണ്ടൊരു ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആത്മാവിൻ്റെ കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല. ആത്മാവ് മരിച്ചിരിക്കുന്ന അവസ്ഥ ഒരു മനുഷ്യന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. നമുക്കറിയാം, ധനവാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നുവല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ധനവാന് എല്ലാ ആഡംബര പ്രതാപത്തിനുള്ള എല്ലാ സംഭവങ്ങളും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ തന്നെ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു. എന്നാൽ അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയിട്ടാണ് തിരുവചന ഭാഗങ്ങളിലെല്ലാം നാം വായിക്കുന്നത്. എന്തായിരുന്നു? ഈ ലോകത്തിലെ സകല സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ഇരുന്നാലും ആത്മാവിൻ്റെ അധകൃത അവസ്ഥ അവന് മനസ്സിലാക്കാൻ പറ്റിയില്ല. അവനറിയാമായിരുന്നു, ലാസർ എന്ന് പറയുന്ന ആള് വ്രണം പഴുത്തൊലിച്ച് ഗേറ്റിൽ കിടക്കുന്ന കാര്യം അവൻ അറിയായിരുന്നു. എന്തുകൊണ്ടാണ് അവന് ഒരു അനുകമ്പയോ ഒരു അനുകൂല മനോഭാവമോ ആ ലാസറിനോട് വരാത്തത്? എന്തുകൊണ്ടായിരിക്കാം? അവനിൽ പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടായിരുന്നു. അവനിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജ്വലനമില്ലാത്തത് കൊണ്ടായിരുന്നു അവനൊരു അനുകമ്പ പോലും ഇല്ലാതിരുന്നത്. എന്നാൽ ഇതൊന്നും ഈ ലോകത്തിലെ മനുഷ്യർക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല. സഹോദരങ്ങളെ, ഓരോരുത്തരുടെയും ഹൃദയം തടിച്ചതായിപ്പോയി. പിശാച് വന്ന് ഓരോരുത്തരുടെയും ഹൃദയത്തെ കുരുടാക്കി കളയുകയാണ്. ദൈവവചനത്തെ കടന്നു ചെല്ലുവാനോ ആത്മാവിൻ്റെ നല്ല ഫലങ്ങൾ കായ്ക്കുവാനോ പിശാച് ഒരു മനുഷ്യനെ അനുവദിക്കുന്നില്ല. മനുഷ്യനെല്ലാം നോക്കുമ്പോൾ ഈ ഭൗതിക ജീവിതത്തിലെ അഭിവൃദ്ധി ആത്മാവിൻ്റെ വേലിയേറ്റമായി കാണുന്നു. എന്നാൽ അങ്ങനെയല്ല. ഈ ഭൗതിക ജീവിതത്തിൻ്റെ യാതൊരു അഭിവൃദ്ധിയും ആത്മാവിൻ്റെ അളവുകോലല്ല സഹോദരങ്ങളെ. എന്നാൽ ഈ ലോകത്തിലെ സൗകര്യങ്ങളെല്ലാം നാം അനുഭവിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ ആത്മാവിന് വില പറയുന്ന അവസ്ഥയായി മാറി.
മനുഷ്യൻ്റെ ആത്മാവിന് ഈ ലോക സൗകര്യങ്ങൾ വില പറഞ്ഞു. ജഡമോഹവും കൺമോഹവും ജീവനത്തിൻ്റെ പ്രതാപവും എല്ലാമായി മനുഷ്യനെ പിശാച് വലച്ചു കളയുകയാണ്. പിശാച് ആവനാഴിയിലെ ഓരോ അസ്ത്രങ്ങൾ എയ്യുകയാണ് മനുഷ്യന് നേരെ. പ്രലോഭനമെന്ന അസ്ത്രമാണോ അവൻ ആദ്യം എയ്യുന്നത്. മനുഷ്യനെ പ്രലോഭനത്തിൽ അടിമയാക്കി വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവൻ രോഗത്തിൻ്റെ അസ്ത്രം എയ്യുന്നു, ശാപത്തിൻ്റെ അസ്ത്രവും എല്ലാം എയ്ത് കൂട്ടുകയാണ്. എന്നാൽ മനുഷ്യന് ഈ അസ്ത്രങ്ങളെല്ലാം ഏൽക്കുമ്പോഴും കൊള്ളുമ്പോഴും വേദനയുണ്ടാകുന്നുണ്ട്. നിരാശയും വളരെ വലിയ വൈഷമ്യങ്ങളും എല്ലാം ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലുമെല്ലാം മനുഷ്യന് വരുന്നു. പിശാച് ചെയ്യുന്ന അസ്ത്രങ്ങൾ കൊണ്ട് അവൻ്റെ ജീവിതം ദുസ്സഹമാകുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഒരസ്ത്രം എയ്യുമ്പോൾ മാത്രം മനുഷ്യൻ അറിയുന്നില്ല. ഒരസ്ത്രം എയ്യുമ്പോൾ പിശാച് ചെയ്യുമ്പോൾ അത് പുഷ്പശരമായിട്ടാണ് മനുഷ്യന് തോന്നുന്നത്. ഒരസ്ത്രം എയ്യുന്ന കാര്യം അത് മനുഷ്യനിൽ കൊള്ളുക എന്ന് അറിഞ്ഞാൽ തന്നെയും അതിനെതിരെ യാതൊരു പ്രതിവിധികളും മനുഷ്യൻ എടുക്കുന്നില്ല. ഏതാണ് ആ അസ്ത്രം? ആ അസ്ത്രമാണ് ലോകസ്നേഹമെന്ന് പറയുന്ന അസ്ത്രം. ലോകസ്നേഹത്തിൻ്റെ അസ്ത്രം കൊള്ളുമ്പോൾ ഓരോ മനുഷ്യനും പുളകിതനാകുകയാണ്. കൊണ്ടാൽ എന്ത്, കുഴപ്പമില്ലല്ലോ. പിശാച് ചെയ്താൽ എന്ത്, ലോകസ്നേഹമാണല്ലോ വന്നിരിക്കുന്നത്. ലോകത്തോടുള്ള പറ്റുമാനം അവന് വരികയാണ്. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ, കർത്താവെ, ഈ പൈശാചിനെ ചെയ്യുന്ന ഈ ലോകസ്നേഹമെന്ന അസ്ത്രം എൻ്റെ ജീവിതത്തിലേക്ക് എയ്യുവാനായിട്ട് ഈ പിശാചിനെ അനുവദിക്കരുതേ കർത്താവെ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? കർത്താവെ, എനിക്ക് ലോകസ്നേഹത്തിൽ നിന്ന് ഒരു വിടുതൽ വേണമേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ? സഹോദരങ്ങളെ, ഒരു വേർപാട് പാലിച്ചൊരു ജീവിതം വേണമെന്ന് ആരെ പ്രാർത്ഥിക്കുന്നു? വ്യക്തമായിട്ടൊരു സമർപ്പണത്തോടു കൂടിയ യേശുക്രിസ്തുവിനോടുള്ള പറ്റുമാനം മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോക ജീവിതവുമായിട്ടുള്ള വേർപാട് പാലിച്ചുകൊണ്ടൊരു ജീവിതം വേണമെന്ന് ആരെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ടോ? സഹോദരങ്ങളെ, എങ്ങനെയാണ് സഹോദരങ്ങളെ ആത്മാവ് നിലനിൽക്കുന്നത്? വേർപാടും വിശുദ്ധിയും തമ്മിൽ ഇൻ്റർ കണക്റ്റഡാണ്. ഈ വേർപാടും വിശുദ്ധിയും ഇല്ലാത്തയിടത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെ നിലനിൽക്കുന്നു? നമുക്കറിയാമല്ലോ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറിയെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സഹോദരങ്ങളെ, ആരാണ് പുതിയ സൃഷ്ടിയായി മാറിയത്? പുതിയ സൃഷ്ടിയായി മാറിയാൽ പഴയതെല്ലാം കഴിഞ്ഞുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പഴയതെല്ലാം കഴിഞ്ഞു പോയോ? ആ ഒരു വിശ്വാസം നമുക്കുണ്ടോ? എല്ലാം കഴിഞ്ഞുപോയി. പഴയ കൂട്ടുകെട്ട് കഴിഞ്ഞുപോയി, പഴയ സംസാരം കഴിഞ്ഞുപോയി, പഴയ വസ്ത്രധാരണ രീതി കഴിഞ്ഞുപോയി, പഴയ അലുമിനി അസോസിയേഷൻ കഴിഞ്ഞുപോയി. ഞാനത് മനഃപൂർവ്വം പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള ഈ ലോകത്തിൻ്റെ കെട്ടുപാടുകളെ എല്ലാം നമുക്ക് ഖണ്ഡിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ ലയിക്കുവാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ മാത്രമേ സഹോദരങ്ങളെ ആത്മാവിൽ ജ്വലിക്കാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവിൽ നമുക്ക് ജ്വലിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ സഹോദരങ്ങളെ, അനേകർക്ക് ആത്മാവുണ്ടെന്നുള്ള സംഗതി പോലും അറിയില്ല. നമ്മുടെ ഉള്ളിലൊരു പരിശുദ്ധാത്മാവുണ്ട്, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഒരു ആത്മാവ് തന്നിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം അനേകർക്കും അറിയില്ല. ഇയ്യോബിൻ്റെ പുസ്തകം 32-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയും, മനുഷ്യനിൽ ആത്മാവുണ്ടല്ലോ എന്ന്. സർവശക്തൻ്റെ ശ്വാസം അവർക്ക് വിവേകം നൽകുന്നു എന്നെഴുതിയിരിക്കുന്നു. എവിടെയാണ് മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ച് തിരുവചനത്തിൽ ആദ്യം പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യത്തിലാണ്. മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാ വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ എന്നാണ് പറയുന്നത്. ഈ ആത്മാവിൻ്റെ ജ്വലനത്തിനായിട്ട് ഒരു പ്രത്യേകമായ സമയം ദൈവം അവിടെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 120 സംവത്സരക്കാലം നോഹയോട് പറഞ്ഞതാണ്. ഒരു 120 സംവത്സരക്കാലം ഞാനിത് തരികയാണ്, അതിനുള്ളിൽ നീ ആത്മാവിലാകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സഹോദരങ്ങളെ, അന്ന് നോഹയുടെ കാലത്തായിരുന്നു 120 സംവത്സരം. അത് മോശയുടെ കാലത്തേക്ക് എത്തിയപ്പോൾ 70 സംവത്സരമായി കുറഞ്ഞു. 90-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിലുണ്ട്, അത് 70 സംവത്സരത്തിലേക്ക് കുറഞ്ഞുപോയി. ഇന്ന് നമുക്കറിയാമല്ലോ, ഈ കാലികമായ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ്റെ ആയുസ് എത്ര സംവത്സരമാണ്? ദൈവം നമുക്ക് ആത്മാവിനെ തന്നിട്ടുണ്ട്. നാം അതിൽ ജാഗരൂകമാകുന്നുണ്ടോ? ഈ ആത്മാവ് നമുക്ക് നഷ്ടപ്പെടുത്താതെ നാം എന്തു ചെയ്യണം? സഹോദരങ്ങളെ, ഒരു മാനസാന്തരപ്പെട്ട വ്യക്തിയിൽ ആത്മാവിൻ്റെ ജ്വലനം നടക്കണമെങ്കിൽ തീർച്ചയായും അവൻ്റെ ഭാഗത്തുനിന്ന് ചില നടപടികൾ വരേണ്ടിയിരിക്കുന്നു. മാനസാന്തരപ്പെട്ട വ്യക്തിയിലാണത് വേണ്ടത്. മാനസാന്തരപ്പെട്ടിട്ടില്ല എങ്കിൽ നമുക്കറിയാം, തീർച്ചയായും ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് ഒരു പുതിയ ജീവിതം തുടങ്ങി, ഒരു പുതുക്കത്തിൻ്റെ ജീവിതം തുടങ്ങി, ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രമാണം. അത് കഴിഞ്ഞവർ മാനസാന്തരപ്പെട്ടു എന്നുള്ള ഒരു മാനസാന്തരത്തിൻ്റെ അവസ്ഥയെല്ലാം വന്നിട്ട് ഒരു ദൈവ സ്നേഹമെല്ലാം അനുഭവിച്ചറിഞ്ഞ് ഒരാദ്യ സ്നേഹത്തിൻ്റെ ലഹരിയിലെല്ലാം നടന്നവർ പിന്നീടവർ ചെയ്യേണ്ടതായും അനുഷ്ഠിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി നമുക്കെന്ന് നോക്കാം, മനുഷ്യനിലെ ഒരു സമ്പൂർണമായ സമർപ്പണമാണ് വരേണ്ടത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ
യേശു ക്രിസ്തുവിന് മുമ്പാകെയുള്ള ഒരു സമ്പൂർണ്ണ സമർപ്പണം. എന്താണ് പറയുന്നത്? അബ്സല്യൂട്ട് സെൽഫ് സറണ്ടർ എന്നെല്ലാം നാം കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. നാം പറയാറുണ്ട്, ഞാൻ മക്കളെ സമർപ്പിച്ചു, ഭാര്യയെ സമർപ്പിച്ചു, ഭർത്താവിനെ സമർപ്പിച്ചു, കൂട്ടായ്മയെ സമർപ്പിച്ചു എന്നെല്ലാം നാം കേൾക്കാറുള്ള വാക്കുകളാണ്. എന്നാൽ സഹോദരങ്ങളെ, എന്താണ് ഈ ആക്ച്വലി അഥവാ യഥാർത്ഥമായ സമർപ്പണം എന്ന് എന്താണ്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണെന്ന് പറഞ്ഞു. അതാണ് സമർപ്പണം. യഥാർത്ഥമായ സമർപ്പണം എന്ന് പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്നുള്ളതാണ്. ഈ മരണത്തിനതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ ആരാണ് വിടുവിക്കുന്നതെന്നാണ് അപ്പോസ്തലൻ ചോദിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ആളുകൾ ചോദിക്കുന്നത്, എനിക്ക് ജീവിക്കുന്നത് ലാഭവും മരിക്കുമ്പോൾ മാത്രം ക്രിസ്തുവും മതിയെന്നാണ് അനേകം ക്രൈസ്തവരുടെ ഉള്ളിലിരിപ്പ്. ഈ മരണത്തിനതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന് അപ്പോസ്തലൻ ചോദിക്കുകയാണ്. ഈ ശരീരത്തിനുള്ളിൽ ഒരു ആത്മാവുണ്ട്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഒരാത്മാവാണ്. ഈ ശരീരം വിട്ടാൽ ഈ ആത്മാവ് സ്വതന്ത്രമാകും. ഈ ആത്മാവിന് വേണ്ടിയാണ് അപ്പോസ്തലൻ്റെ കാഴ്ചപ്പാട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം എഴുതുമ്പോൾ പറഞ്ഞു, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ പറഞ്ഞു. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അതേ അധ്യായത്തിൽ 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ വരുമ്പോൾ ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെന്ന് പറഞ്ഞു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറഞ്ഞു, ആത്മാവിൽ നാം വിതയ്ക്കേണ്ടവരാണെന്ന് പറഞ്ഞു. ആത്മാവിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ആത്മാവ് വ്യാപരിക്കേണ്ടതിനെക്കുറിച്ചുമാണ് അപ്പോസ്തലൻ പറഞ്ഞത്. ആത്മാവില്ലാത്ത ജീവിതം, പരിശുദ്ധാത്മാവില്ലാത്ത ജീവിതം കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെ ഒരാത്മീയന് തോന്നാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പരിപൂർണമായ സമർപ്പണമാണ് യേശു ക്രിസ്തുവിനോട് ആദ്യം വരേണ്ടത്. നമ്മളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. കർത്താവേ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാൻ എൻ്റെ യേശു ക്രിസ്തുവിന് വേണ്ടി, യേശുവിൻ്റെ വചനത്തിന് വേണ്ടി ഞാൻ ഈ ഭൂലോകത്ത് ജീവിക്കുമെന്നുള്ള ആത്മാർത്ഥമായൊരു സമർപ്പണം നമ്മളിൽ നിന്നുണ്ടാവണം. അപ്പോൾ മാത്രമേ ആത്മാവിൻ്റെ ജ്വലനം നമ്മുടെ ഉള്ളിൽ നടക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു പ്രതിബദ്ധതയാണ്. യേശുവിനോടുള്ള ഒരു പ്രതിബദ്ധത. പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മിറ്റ്മെൻ്റ് എന്നാണ്. നന്ദിയാണത്. നന്ദി, ഒരു വിധേയത്വമാണ്. എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു തന്നെന്ന് നാം ഓരോരുത്തരും വിചാരിക്കണം. സഹോദരങ്ങളെ, ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കർത്താവ് ചെയ്തു തന്നിട്ടില്ലേ? നാം അത് നന്ദിയോടുകൂടി പറയണം. അതിനെയാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. എൻ്റെ 38-ാമത്തെ വയസ്സിൽ തകർന്നു പോയ എൻ്റെ ജീവിതത്തിലേക്ക് യേശു ക്രിസ്തു കടന്നു വന്നു. ശാപങ്ങളും ബന്ധനങ്ങളും നിറഞ്ഞ ആഗോർ താഴ്വരയിലെ ജീവിതം, കലുഷിതമായ അനേകം സാഹചര്യങ്ങൾ, അട്ടഹാസവും ഗർജനവും നിറഞ്ഞ അനേകം ജീവിത നൈരാശ്യം മൂണ്ട കാലങ്ങൾ, സമാധാനമില്ലാതെ വലയുന്ന അനേകം സന്ദർഭങ്ങൾ, ഒരു ഗതിയും കിട്ടുകയില്ല ഈ കുടുംബത്തിനെന്ന് പറഞ്ഞവർ, ഒരിക്കലും ഈ മകൻ നന്നാവുകയില്ല എന്ന് എന്നെ നോക്കി പറഞ്ഞവർ. എന്നാൽ സഹോദരങ്ങളെ, എൻ്റെ 38-ാമത്തെ വയസ്സിൽ ഈ ജീവൻ്റെ വചനം കേൾക്കുവാൻ എനിക്ക് ദൈവം ഭാഗ്യം ചെയ്തു തന്നു. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നോക്കുമ്പോൾ രാവും പകലും പോലെ ഒരു മാറ്റം എനിക്ക് കാണാൻ പറ്റുന്നു. എൻ്റെ യേശുക്രിസ്തുവിനോട് കൂടെയുള്ള ജീവിതം അത് ഞാൻ അനുഭവിച്ചറിയുകയാണ്. എവിടെ ഇറങ്ങിയാലും എൻ്റെ യേശു എൻ്റെ ചാരത്തുണ്ടെന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടി ജീവിക്കുവാൻ ഈ കാലങ്ങളിൽ ദൈവം എനിക്ക് വലിയ ഭാഗ്യം ചെയ്തു തന്നിരുന്നു. യേശുക്രിസ്തുവിനോടുള്ള പ്രതിബദ്ധത എൻ്റെ ജീവിതത്തിലുണ്ട്. എനിക്കും എൻ്റെ കുടുംബത്തിനും യേശു ചെയ്തു തന്നെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ആ വലിയ നന്ദിയും കടപ്പാടും എൻ്റെ ഹൃദയത്തിലുണ്ട്. സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിന് പിതാവാൻ ദൈവത്തോട് വിധേയത്വമുണ്ടായിരുന്നു. പിതാവാൻ ദൈവത്തോട് നന്ദിയുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? പിതാവാൻ ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു ശരീരം ദാനമായി കൊടുത്തു. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിന് അറുതി വരുത്തേണ്ടതായ ഒരു കാലം വന്നു. ഖനനയാഗങ്ങളും പാപയാഗങ്ങളും ഹോമയാഗങ്ങളും അവസാനിപ്പിക്കേണ്ടതായ ഒരു സാഹചര്യം പിതാവാൻ ദൈവത്തിന് വന്നു. അപ്പോൾ യേശു പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവർത്തിപ്പാനായി ഞാൻ വരുന്നു. ദൈവമേ, നിൻ്റെ ഇഷ്ടം ചെയ്യുവാനായി ഞാൻ വരുന്നു. അപ്പോൾ പിതാവാൻ ദൈവം ഒരു ശരീരം യേശുക്രിസ്തുവിന് ദാനമായി കൊടുത്തു. സഹോദരങ്ങളെ, അതാണ് കർത്താവായ യേശുക്രിസ്തുവിന് പിതാവാൻ ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ്, പ്രതിബദ്ധത എന്നുള്ളത്. എന്നാൽ നമുക്കെങ്ങനെ വരും? പിതാവാൻ ദൈവം കൊടുത്ത ആ ശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ക്രൂശിൽ പിച്ചി ചീന്തപ്പെട്ടു. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം ഓരോരുത്തരും യേശുക്രിസ്തുവിനോടൊരു വിധേയത്വമുള്ളവരായിരിക്കണം. യേശുക്രിസ്തുവിനോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നാം പ്രതിബദ്ധതയുള്ള നന്ദിയോടുകൂടി അനുസ്മരിക്കുന്നവരായിരിക്കണം, വഹിക്കുന്നവരായിരിക്കണം. എങ്കിൽ മാത്രമേ
ആത്മാവിൻ്റെ ജ്വലനം നമ്മുടെ ഉള്ളിൽ നടക്കുകയുള്ളൂ. മൂന്നാമതായി കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഒരു നിരപ്പാണ് വരേണ്ടത്. ഒരു ഉടമ്പടിയുടെ നിരപ്പാണ് വരേണ്ടത്. എന്താണ് ഈ നിരപ്പെന്ന് പറയുന്നത്? മനുഷ്യരാശിയെ പിതാവാം ദൈവത്തോട് നിരപ്പിക്കുകയാണ് യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തത്. നമുക്കതറിയാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ അതറിയാം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഭൂമിയിലുള്ള സകലത്തെയും ദൈവത്തോട് നിരപ്പിപ്പാൻ, യേശുക്രിസ്തു മുഖേന നിരപ്പിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ അതുപോലെ തന്നെയാണ് പറയുന്നത്. പിതാവാം ദൈവം എന്തിനു വേണ്ടിയാണ് നിരപ്പിച്ചതെന്ന്? നമ്മളെ പിതാവാം ദൈവത്തിൻ്റെ മുമ്പാകെ നിഷ്കളങ്കരും വിശുദ്ധരുമായി നിർത്തേണ്ടതിന് വേണ്ടിയാണ്. ആത്മാവുള്ളവരായി നിർത്തേണ്ടതിന് വേണ്ടിയാണ്. പിതാവിൻ്റെ മുമ്പിൽ അങ്ങനെ മനുഷ്യരാശിയെ നിർത്തേണ്ടതിന് വേണ്ടിയാണ് പുത്രൻ തമ്പുരാൻ ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ചതെന്ന്. നാലാമതായി ഒരു കാര്യം കൂടിയുണ്ട്. പരിശുദ്ധാത്മാവിനെതിരെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പാപം വരരുത്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെതിരെ ഒരു പാപം പോലും വരരുത്. കാരണം നാം ഓരോരുത്തരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ മർമ്മം ഗ്രഹിച്ചവരാണ്. സത്യത്തിൻ്റെ പരിജ്ഞാനം ഗ്രഹിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ സഹോദരങ്ങളെ, പാപത്തിന് വേണ്ടി ഇനി ഒരു യാഗവും അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഒരു പാപവും നമ്മുടെ ജീവിതത്തിൽ വരരുത്. ഒരു ചിന്താഗതിയിൽ പോലും നാം പരിശുദ്ധാത്മാവിനെ മറുതലിക്കരുത്. കാരണം സഹോദരങ്ങളെ, കൃപയുടെ ആത്മാവിനെ നിന്ദിക്കരുതെന്ന് എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു. കൃപയുടെ ആത്മാവിനെ നാം നിന്ദിക്കരുത്. ഇതിലൂടെയാണ് ജീവൻ വരുന്നത്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാനാകുന്നു, നിങ്ങൾ ധൈര്യപ്പെടുവിൻ, പേടിക്കേണ്ട എന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു. ഞാനാകുന്നു വരുന്നത്, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. ഞാനാണ് ജീവൻ, എന്നിലാണ് ജീവൻ കുടികൊള്ളുന്നത്. എന്നിലൂടെ മാത്രമേ നിങ്ങൾക്ക് പിതാവാം ദൈവത്തെ കാണാൻ പറ്റുകയുള്ളൂ. ഞാനെന്ന് പറയുന്ന ആ ജീവനാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ തരുന്നത്. ഞാനാണ് ജീവനെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിലുണ്ട്. അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ജീവൻ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായി ജീവൻ തരുവാനാണ് വന്നിരിക്കുന്നതെന്ന്. ജീവൻ എന്ന ആത്മാവ് യേശു ക്രിസ്തു തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് പുതിയൊരാത്മാവിനെ തരും. നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരാത്മാവിനെ ഞാൻ പ്രതിഷ്ഠിക്കും. നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു ഹൃദയം ഞാൻ തരും. ആ ആത്മാവിനെ നിലനിർത്തിയെടുക്കണം സഹോദരങ്ങളെ. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു അജണ്ടയായി മാറണം. ആത്മാവ് നാം നഷ്ടപ്പെട്ടവരായി പോവുകയില്ല സഹോദരങ്ങളെ. സ്വന്തം പുത്രൻ്റെ ആത്മാവിനെയാണ് അവൻ നൽകിയിരിക്കുന്നത്. നമുക്ക് വായിക്കാം ഗലാത്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ആത്മാവുള്ള ഒരു മനുഷ്യൻ ആരാണ്? ആത്മാവുള്ള ഒരു ക്രൈസ്തവൻ ആരാണ്? സ്വന്തം പുത്രൻ്റെ ആത്മാവിനെയാണ് നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ തന്നെയാണ് നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുന്നത്. ആരാണ് ഒരു ക്രൈസ്തവൻ്റെ വില എത്രയാണെന്ന് സഹോദരങ്ങളെ നമുക്ക് ചിന്തിക്കാമല്ലോ. അത് ഭയത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെയും ആത്മാവല്ല. ആ ആത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. ഭീരുത്വമുള്ള ആത്മാവുണ്ടെങ്കിൽ നാം അത് മാറ്റിവെക്കണം. അന്ന് ഗിലെയാദ് പർവ്വതത്തിൽ 32,000 പേര് ഗിദെയോൻ്റെ അടുക്കിലേക്ക് വന്നു. അപ്പോൾ ഒരു പ്രസിദ്ധം വന്നു. എന്ത് പറഞ്ഞു? ആ ഭീരുത്വവും ഭയവുമുള്ളവർ ഗിലെയാദ് പർവ്വതം വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ 22,000 വിട്ടുപോയി. വീണ്ടും പരീക്ഷണഘട്ടങ്ങൾ വന്നു. ആത്മാവുള്ള 300 പുരുഷന്മാരെ ചേർത്ത് ഗിദെയോൻ യുദ്ധം ജയിച്ചു സഹോദരങ്ങളെ. ആ പരിശുദ്ധാത്മാവുള്ളവർ മതി സഹോദരങ്ങളെ. ആ ബാലിന് മുട്ടുമടക്കാത്ത 7,000 പേരെ ശേഷിപ്പിച്ച ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആത്മാവിൽ ബാലിന് മുട്ടുമടക്കാത്തവരായി നിൽക്കേണ്ടിയിരിക്കുന്നു. ആത്മാവിൽ വിരാജിച്ചുകൊണ്ട്, ആത്മാവിന് പുഷ്ടി പകർന്നുകൊണ്ട്, എൻ്റെ ഉള്ളിൽ നീ തന്ന ആത്മാവ് ഒരിക്കലും കളങ്കപ്പെട്ടു പോവുകയില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി നാം ഈ ആത്മീയ വേല ചെയ്യേണ്ടവരാണ് സഹോദരങ്ങളെ. നമ്മുടെ പരിശുദ്ധാത്മാവിനെ, യേശു നമ്മുടെ ഉള്ളിൽ തന്ന പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കുകയില്ല. ആ ആത്മാവിൻ്റെ കെട്ടുപോയ തിരികളെ ഞാൻ കത്തിച്ചെടുക്കുമെന്നുള്ള വലിയ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം നമുക്ക് കഴിച്ചുകൂട്ടാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.